നമസ്തേ, സബ്കാ സ്വാഗത്. ഇന്ന് നമ്മൾ സമകാലീന കവികളിൽ ഒരാളായ ജയപ്രകാശ് കർദമിൻ്റെ കവിതയാണ് എടുക്കാൻ പോകുന്നത്. കവിതയുടെ പേര് മേരെ അധികർ കഹാം ഹെ എന്നുള്ളതാണ്. ദളിത് സാഹിത്യത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു കവിയാണ്. ദളിതർക്ക് വേണ്ടിയിട്ട്, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡോക്ടർ അംബേദ്കർ. അദ്ദേഹം ദളിതനായിരുന്നു. അപ്പോൾ ദളിതർ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെയാണ് കവിതയിൽ കാണാൻ സാധിക്കുക. ഡോക്ടർ അംബേദ്കർ, ഭീമറാവു അംബേദ്കർ. ഡോക്ടർ അംബേദ്കർ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായിട്ട് തന്നെ മാറി. അതുപോലെ നിങ്ങൾ ഓം പ്രകാശ് വാൽമീകിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അയാളും ദളിതനായിരുന്നു. ദളിത് സാഹിത്യം കവിതയൊക്കെ എഴുതിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഓം പ്രകാശ് വാൽമീകി. അതുപോലെ തന്നെ ഒരാളാണ് സമകാലീന കവികളിൽ ഒരാളാണ് ജയപ്രകാശ് കർദം എന്ന് പറയുന്ന വ്യക്തി. जयप्रकाश कर्दम ने कुछ പറയാം. जयप्रकाश कर्दम एक बहुआयामी प्रतिभा वाले साहित्यकार और चिंतक है. कविता, कहानी और उपन्यास लिखने के अलावा दलित समाज की वस्तुगत सच्चाइयों को सामने लाने वाली अनेक निबंध, शोध पुस्तकों की रचना और संपादन भी उन्होंने किया है. उनके पहले कविता संग्रह गूंगा नहीं था में के साथ उन्होंने दलित कविता के क्षेत्र में पदार्पण किया था. वह दलित साहित्य के एक सशक्त हस्ताक्षर है. ജയപ്രകാശ് കർദമിനെ കുറിച്ച് അദ്ദേഹം ഒരുപാട് കഴിവുകളുള്ള ഒരു സാഹിത്യകാരനും ചിന്തകനും കൂടിയാണ്. അദ്ദേഹം കവിത മാത്രമല്ല, കഥ, നോവല്, ഇത് കൂടാതെ ദളിതരുടെ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മുന്നിൽ കൊണ്ടുവരാനായിട്ട് അങ്ങനെയുള്ള രചനകൾ, ഉപന്യാസങ്ങൾ, അതുപോലെ ഗവേഷണ പുസ്തകങ്ങൾ ഇതെല്ലാം എഴുതുകയും അതിൻ്റെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരം എന്ന് പറയുന്നത് ഗൂംഗ നഹീം ധ മേം എന്നുള്ളതാണ്. ആ രചനയോടുകൂടി അദ്ദേഹം ദളിത് സാഹിത്യത്തിലേക്ക്, അല്ലെങ്കിൽ ദളിത് കവിതയുടെ മേഖലയിലേക്ക് അദ്ദേഹം കാലെടുത്തു വെച്ചത് ആ ഒരു രചന എഴുതിയിട്ടാണ്. അദ്ദേഹം ദളിത് സാഹിത്യത്തിലെ നല്ല ശക്തനായ ഒരു വ്യക്തിയാണ്, നല്ലൊരു ശക്തമായിട്ടുള്ളൊരു കയ്യൊപ്പുള്ളൊരു വ്യക്തിയാണ് ജയപ്രകാശ് കർദം. जयप्रकाश कर्दम जन्म 5 जुलाई 1958 को ग्राम इंदरगढ़ी, हापुर रोड, गाज़ियाबाद, उत्तर प्रदेश में हुआ. उत्तर प्रदेशिले गाज़ियाबादिले इंदरगढ़ी എന്ന് പറയുന്ന ഗ്രാമത്തിൽ, ഹാപ്പൂർ റോഡ്, അവിടെ 1958 ജൂലൈ 5 അദ്ദേഹം ജനിച്ചു. ശിക്ഷ MA ദർശൻ ശാസ്ത്ര, ഹിന്ദി, ഇതിഹാസ്, PhD ഹിന്ദി. ശിക്ഷ വിദ്യാഭ്യാസം MA, MA ആണ്. ഫിലോസഫിയിലെ, ഹിന്ദിയിലെ, ഹിസ്റ്ററിയിലെ 3 വിഷയങ്ങളിലാണ് അദ്ദേഹം MA നേടിയത്. PhD हिंदी. 1976 से लेखन की शुरुआत किया. 1976 മുതലാണ് അദ്ദേഹം എഴുതാനായിട്ട് ആരംഭിച്ചത്. 58 ജനിച്ചു, 76 തൊട്ട് അദ്ദേഹം എഴുതാൻ തുടങ്ങിയതാണ് പറയുന്നത്. പ്രകാശിത സാഹിത്യം പബ്ലിഷ് ചെയ്തിട്ടുള്ള രചനകൾ, സാഹിത്യം ഏതൊക്കെ നോക്കാം. कविता गूंगा नहीं था मेम, तिनका तिनका आग, बस्तियों से बाहर, രാഹുൽ. ഗൂംഗ നഹീം ത എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ കവിതാ സമാഹാരം. അത് 1997 ആദ്യത്തെ കവിത പബ്ലിഷ് ചെയ്തത്. ആ ഒരു കവിതയോട് കൂടിയാണ് ദളിത് സാഹിത്യത്തിലേക്ക് അദ്ദേഹം കാലെടുത്ത് വെച്ചതെന്നാണ് പറയുന്നത്. ദളിത് കവിത, ദളിതർക്ക് വേണ്ടിയുള്ള കവിത.
തിൻക തിൻക ആഗ് അത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ കവിതാ സമാഹാരമാണ്. അപ്പോൾ ആദ്യത്തെ കവിതാ സമാഹാരം ചോദിച്ചു കഴിഞ്ഞാൽ ഗൂംഗ നഹീം ഥ മേം. രണ്ടാമത്തെ തിൻക തിൻക ആഗ്, ബസ്തിയോം സെ ബാഹർ, അതുപോലെ രാഹുൽ. രാഹുൽ എന്ന് പറയുന്നത് ഒരു ഖണ്ഡകാവ്യമാണ്. 2012 പബ്ലിഷ് ചെയ്തത്. അപ്പോൾ കവിത നല്ല ദളിതർക്ക് വേണ്ടിയിട്ടുള്ള കവിതയാണ്. ദളിത് സാഹിത്യത്തിലെ ദളിത കവിതകളാണ് ഇതെല്ലാം. നെക്സ്റ്റ് ഉപന്യാസമാണ്. ഉപന്യാസം എന്ന് പറഞ്ഞാൽ നോവലാണ്. കരുണ ശ്മശാൻ കാ രഹസ്യം 1986 ആദ്യത്തെ നോവൽ കരുണ പബ്ലിഷ് ചെയ്തു. അടുത്തത് ശ്മശാൻ കാ രഹസ്യമാണ്, 2 നോവലുകൾ. അതുപോലെ കഹാനി കഥകൾ, തലാശ്, ഗരോഞ്ച്, ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ കഥകളാണ്. 2005 ആദ്യത്തെ കഥ പുറത്തിറങ്ങിയത്. 2005 തലാശ് എന്നു പേരുള്ള കവിത, കവിതയല്ല കഥ, തലാശ് എന്നു പേരുള്ള കഥ 2005 ആദ്യത്തെ കഥ. യാത്രാ സംസ്മരൻ യാത്രാവിവരണമാണ്. ജർമ്മനിയിമേ ദളിത് സാഹിത്യ അനുഭവ് ഔർ സ്മൃതിയ ഒരു യാത്രാ വിവരണമുണ്ട്. ജർമ്മനിയിമേ ദളിത് സാഹിത്യ അനുഭവ് ഔർ സ്മൃതിയം എന്നുള്ളത്. നെക്സ്റ്റ് സാക്ഷാത്കാർ അഭിമുഖമാണ്, ഇൻ്റർവ്യൂ ആണ്. മേരെ സംവാദ്, ആലോചന വ വൈചാരിക് പുസ്തകം, അതുപോലെ തന്നെ ക്രിറ്റിസം വിമർശന പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉണ്ട്. श्रीलाल शुक्ल कृत राग दरबारी का समाजशास्त्रीय अध्ययन, 21वीं सदी में दलित आंदोलन साहित्य एवं समाज चिंतन, दलित विमर्श साहित्य के आईने में वर्तमान दलित आंदोलन, बौद्ध धर्म के आधार स्तंभ अम्बेडकरवादी आंदोलन, दशा और दिशा, हिंदुत्व और दलित, कुछ प्रश्न कुछ विचार, डॉक्टर अंबेडकर, दलित और बौद्ध धर्म, समाज, संस्कृति और दलित, दलित साहित्य, सामाजिक बदलाव की पटकथा, दलित कविता, समकालीन परिदृश्य, दलित साहित्य एवं चिंतन, समकालीन परिदृश्य, चमार, ब्रिटिश लेखक G.W. ब्रिग्स द्वारा लिखित पुस्तक द चमार्स का हिंदी में अनुवाद, मानवता के दूध, डॉक्टर अंबेडकर की कहानी, बुद्ध की शरणागत नारियाँ, बुद्ध और उनके प्रिय शिष्य, महान बौद्ध बालक, आदिवासी देवकथा लिंगो, हमारे वैज्ञानिक C.V. रामन, ബാലസാഹിത്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പബ്ലിഷ് ചെയ്ത സാഹിത്യരചനകളെന്ന് പറയുന്നതിൽ അവസാനം പറഞ്ഞ കുറേ വിമർശന പുസ്തകങ്ങളാണ്, ഗ്രന്ഥങ്ങളാണ്. അതിൽ ട്രാൻസ്ലേഷൻ നടത്തിയിട്ടുണ്ട്. ചമാർ എന്ന് പറയുന്നത് അത് ബ്രിട്ടീഷ് ലേഖകനായിട്ടുള്ള G.W. ബ്രിഗ്സ് എഴുതിയിട്ടുള്ള ദി ചമാർസ് എന്ന് പറയുന്നത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അംബേദ്കറിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. C.V. രാമൻ്റെ ബാലസാഹിത്യം, അത് അങ്ങനെ ഒരുപാട് രചനകൾ ചെയ്തിട്ടുള്ള ബഹുമുഖി പ്രതിഭയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ജയപ്രകാശ് കർദം. सम्मान, केंद्रीय हिंदी संस्थान, मानव संसाधन विकास मंत्रालय, भारत सरकार द्वारा महापंडित राहुल सांस्कृत्यायन पुरस्कार, हिंदी अकादमी दिल्ली द्वारा विशेष योगदान सम्मान सहित अनेक साहित्यिक सांस्कृतिक संस्थाओं द्वारा सम्मानित. ഈ പുരസ്കാരങ്ങളാണ് സെൻട്രൽ ഹിന്ദി ഡയറക്ടറേറ്റ്, കേന്ദ്രീയ ഹിന്ദി സംസ്ഥാൻ അല്ലെ മാനവ സംസാധन विकास मंत्रालय, मानव विभवशेषि मंत्रालय, भारत सरकार द्वारा महापंडित राहुल सांस्कृत्यायन പുരസ്കാർ, ഹിന്ദി അക്കാദമി ഡൽഹി ഹിന്ദി അക്കാദമിയുടെ പുരസ്കാരം, അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങൾ സാംസ്കാരികവും സാഹിത്യപരമായിട്ടുള്ള പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. സമ്പ്രതി ഇപ്പോൾ അദ്ദേഹം നിദേശക്, കേന്ദ്രീയ ഹിന്ദി പ്രശിക്ഷൺ സംസ്ഥാൻ, രാജഭാഷാ വിഭാഗ്, ഗൃഹ മന്ത്രാലയ, ഹോം മിനിസ്ട്രിയിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഡിപ്പാർട്ട്മെൻറ്റിലെ സെൻട്രൽ ഹിന്ദി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നു. സമ്പർക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള അഡ്രസ്സ് നമ്പർ തന്നിട്ടുണ്ട്. B634 DDA ഫ്ലൈറ്റ്സ്, ചിത്രകൂട് കോളനി, ഈസ്റ്റ് ഓഫ് ലോണി റോഡ്, ദില്ലി.
കോൺടാക്റ്റ് ചെയ്യാനുള്ള അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ അദ്ദേഹം ഒരുപാട് സാഹിത്യ സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. ഇൻ്റർനാഷണലായിട്ടുള്ള അന്താരാഷ്ട്രീയ സാഹിത്യ സമ്മേളനം 1995, അതുപോലെ തന്നെ 2005 ഡൽഹി സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള സമ്മേളനങ്ങളിൽ, അതുപോലെ തന്നെ 2015 10ാമത്തെ നമ്മുടെ ലോക ഹിന്ദി സമ്മേളനം ഭോപ്പാലിൽ നടത്തിയിരുന്നു. അതിലടക്കം അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കവി സമ്മേളനങ്ങളിൽ, മറ്റുള്ള സാഹിത്യ സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള വളരെ പ്രസിദ്ധനായിട്ടുള്ളൊരു വ്യക്തിയാണ്. ദളിതർക്ക് വേണ്ടിയാണ് അദ്ദേഹം സാഹിത്യരചന തുടങ്ങിയത്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ജയപ്രകാശ് കർദം എന്ന് പറയുന്ന ഈ സാഹിത്യകാരൻ. മേരെ അധികാർ കഹാം ഹേ നാമ കവിത जयप्रकाश कर्दम ने लिखी हुई है. इस कविता में निम्न वर्ग की श्रेणी में आने वाली दलितों की व्यथा का या दुख का बहुत ही मार्मिक चित्रण किया है. कविता मेरे अधिकार कहाँ है. तुम कोटी बंगलों में रहते, मैं रहता झोपड़पट्टी में. तुम एसी कूलर में सोते, मैं तपता श्रम की भट्टी में. कोटी बंगला എന്ന് പറഞ്ഞാൽ ബംഗ്ലാവ്, മാളിക വീട് എന്നൊക്കെ പറയും. ബംഗ്ലാവ്, കൊട്ടി ബംഗ്ല. ചോപ്പട്ട്പട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ കുടിൽ, സ്മോൾ ഹട്ട്. തപ്ത എന്ന് പറഞ്ഞാൽ ജ്വലിക്കുക. ശ്രം കി ബട്ടി, ശ്രം എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക്, കഠിനാധ്വാനം. ബട്ടിമ എന്ന് പറഞ്ഞാൽ ചൂള. ഇവിടെ പറയുന്നത് ഉയർന്നവർ, ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്ന് പറയുന്ന ആ വ്യത്യാസത്തെയാണ് കവി ഇതിൽ പറയുന്നത്. ഊഞ്ചേ വർഗ് അല്ലെങ്കിൽ ഊഞ്ചേ ജാതി കാ ലോഗ് അവർ നിമ്ന ജാതി കാ ലോഗ്. അവിടെ ജാതി, വർണ്ണം തുടങ്ങിയ കാര്യങ്ങൾ ശരിക്കും എടുത്തു പറയുന്നൊരു കവിതയാണ്. മേരെ അധികാർ കഹാം ഹേ, എൻ്റെ അവകാശങ്ങൾ എവിടെയാണ്? കവി ചോദിക്കുന്നൊരു കാര്യമാണ്. മേരെ അധികാർ കഹാം ഹേ, എൻ്റെ അവകാശം, എൻ്റെ അധികാരം എവിടെയാണ്? മേരെ അധികാർ കഹാം ഹേ. തും കോട്ടി ബംഗ്ലോ മേ രഹത്തെ, നിങ്ങൾ എവിടെയാണ് ജീവിക്കുന്നത് പറയുന്നത്? വലിയ വലിയ മാളിക വീട്ടിൽ, ബംഗ്ലാവുകളിലാണ് നിങ്ങൾ താമസിക്കുന്നത്. ഉയർന്ന ആളുകൾ അല്ലെങ്കിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ താമസിക്കുന്നത് വലിയ വലിയ ബംഗ്ലാവുകളിലാണ് അവർ താമസിക്കുന്നത്. മേ രഹത്ത ഝോപ്പട്ട്പട്ടി മേ, ദളിതരായിട്ടുള്ള ആളുകൾ താമസിക്കുന്നത് ഝോപ്പട്ട്പട്ടി മേ, ചെറിയ കുടിലുകളിലാണ് ഞാൻ ജീവിക്കുന്നത്. തും എ സി കൂളർ മേ സോത്തെ, നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുന്നത് എ സി വെച്ചിട്ടുള്ള റൂമിൽ, കൂളർ വെച്ചിട്ടുള്ള റൂമിലൊക്കെയാണ് നിങ്ങൾ ഉറങ്ങുന്നത്. മേം തപ്താ ശ്രം കി ബട്ടി മേം, ഞാൻ എവിടെയാണെന്ന് പറയുന്നത്? കഠിനാധ്വാനം ചെയ്ത്. ബട്ടി എന്ന് പറഞ്ഞാൽ ചൂളയുടെ പ്രത്യേകം നമ്മൾ ഇഷ്ടിയൊക്കെ ചൂളയ്ക്ക് വയ്ക്കുമ്പോൾ തീ ചുറ്റും കത്തിച്ച് അത്രയും ചൂടിൻ്റെ ഉള്ളിലിരുന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കത്തി ജ്വലിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. നല്ല എൻ്റെ ഒന്ന് പറയാം. യഹാ കവി കത്തെ ഹേ തും ബഡേ ബഡേ ബംഗ്ലാ മേ രഹത്തെ ഹോ और मैं छोटी झोंपड़ी में या झोपड़पट्टी में रहता हूँ. तुम एसी कूलर में सोते हो, लेकिन मैं श्रम की भट्टी में सोता है. നിങ്ങൾ ബംഗ്ലാവുകളിൽ ഉറങ്ങുന്നു, ഞാൻ ഉറങ്ങുന്നത് കുടിലുകളിലാണ്. നിങ്ങൾ എ സി കൂളറൊക്കെ വെച്ച് കാറ്റുകൊണ്ട് ചൂടെടുക്കാതെ സുഖമായിട്ട് ഉറങ്ങുന്നു. ഞാനാണെങ്കിലോ ഹാർഡ് വർക്ക് ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് ഇഷ്ടിക ചൂളയുടെ ഉള്ളിൽ കിടന്നുറങ്ങുന്ന അവസ്ഥ. തും ദൂത് മലായി മീ നഹാവോ, मैं रोटी को मुहताज रहूं, तुम मालिक मैं नौकर ठहरा, फिर समदा का संसार कहाँ है. വീണ്ടും കവി പറയണേ, തും ദൂത് മലായി മേ നഹാവോ, ദൂത് പാല്, മലായി ക്രീം ഓഫ് മിൽക്ക്, പാൽപ്പാട എന്ന് പറയും. നഹാവോ എന്ന് പറഞ്ഞാൽ കുളിക്കുക. റോട്ടിക്കോ മുഹത്താജ്, മുഹത്താജ് എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുക, ഡിപ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ആവശ്യക്കാർ എന്നുള്ള അർത്ഥം, നീടി എന്നുള്ള അർത്ഥം. ഇവിടെ കവി പറയണേ, തും ദൂത് और മലായി മേ നഹാവോ, നിങ്ങൾ പാലിലും പാൽപ്പാടയിലുമാണ് കുളിക്കുന്നത്. ലേക്കിൻ മേ റോട്ടിക്കോ മുഹത്താജ് രഹൂം, പക്ഷേ ഞാനെങ്ങനെയാന്ന് പറയുന്നത്? മേ
हर एक दिन की रोटी के लिए मुहताज रहूं, इसको സഹാര രഹുവും ആശ്രയരഹുവും, അതായത് റൊട്ടിയെ ആശ്രയിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. അന്നന്നത്തെ അപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. നിങ്ങളാണെങ്കിലോ ഉണ്ണുന്നതും ഉറങ്ങുന്നതും കുളിക്കുന്നതുമെല്ലാം എന്താ പറയുക, സമൃദ്ധിയിലാണ്, പാലിലാണ്, അതിലെല്ലാം മുങ്ങിക്കുളിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഞാനാണെങ്കിൽ റൊട്ടിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നു. തും മാലിക് മേം നൗക്കർ ടഹ്റ, തും മാലിക് ഹോ, നിങ്ങൾ മുതലാളിമാരാണ്. ലേക്കിൻ മേം നൗക്കർ ടഹ്റ, പക്ഷെ ഞാൻ ആരാണ്? ഞാനൊരു സെർവൻ്റാണ്, ഞാൻ വേലക്കാരനാണ്. നിങ്ങൾ മുതലാളി, ഞാൻ വേലക്കാരൻ. ഫിർ സമതാക്ക സംസാർ കഹാം ഹേ, പിന്നെ സമത്വം എന്ന് പറയുന്ന ഈ ലോകം എവിടെയാണ്? ഇവിടെ എല്ലാവർക്കും സമത്വം, ഇക്വാളിറ്റി എന്ന് പറയുന്നുണ്ട്. ഉയർന്നവർ താഴ്ന്നവരെന്നുള്ള വ്യത്യാസമില്ല, സവർണര അവർണര എന്നുള്ള വ്യത്യാസമില്ല, ജാതിയുടെ വ്യത്യാസമില്ല, അമീർ ഗരീബ് എന്നുള്ള വ്യത്യാസമില്ല. എല്ലാവർക്കും സുന്ദരമായ സമത്വം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ യേ സംസാർ മേ സമത കഹാം ഹേ, ഈ ലോകത്ത് എവിടെയാണ് സമത്വമുള്ളത്? നമ്മൾ തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നത്. നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. നിങ്ങൾ സുഖസമൃദ്ധിയിൽ ജീവിക്കുന്നു, ഞാനാണെങ്കിലോ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. നിങ്ങൾ മുതലാളിമാരെ, നിങ്ങൾ വലിയ വലിയ ബംഗ്ലാവുകളിൽ താമസിക്കുന്നു, ഞാൻ വേലക്കാരനാണ്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സംസാർ മേ സമത കഹാം ഹേ, ഈ ലോകത്ത് എവിടെയാണ് സമത്വം കാണാനായിട്ട് സാധിക്കുന്നത്? धन धरती मिल तुम्हारे हैं, पोखरा और झील तुम्हारे हैं, शासन सत्ता पर काबिज तुम, थाने तहसील तुम्हारे हैं. धन धरती मिल तुम्हारे हैं, धन धरती मिल, സമ്പത്ത്, ഭൂമി, ഇതെല്ലാം തുമാരെ ഹാത്ത് മേ ഹേ, നിങ്ങളുടെ കയ്യിലാണ്. പോക്കർ और झील तुम्हारे हैं, പോക്കർ താലാബ്, പോക്കർ എന്ന് പറഞ്ഞാൽ താലാബ്, കുളം. झील എന്ന് പറഞ്ഞാൽ അരുവി. യേ തുമാരെ പാസ് ഹേ. ശാസൻ സത്ത, ശാസൻ എന്ന് പറഞ്ഞാൽ ഭരണാധികാരം, സത്ത എന്ന് പറഞ്ഞാൽ അധികാരം. ശാസൻ സത്ത എന്ന ഭരണാധികാരം. കാബിജ് ത്വം, കാബിജ് എന്ന് പറഞ്ഞാൽ അധികാരി. താനെ തഹസീൽ, താനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ, തഹസീൽ എന്ന് പറഞ്ഞാൽ താലൂക്ക്. യേ തുമാരെ ഹേ, ഇവിടെ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ധൻ ധർത്തി അല്ലെങ്കിൽ സമ്പത്തി और ധർത്തി, യേ സബ് തുമാരെ ഹാത്ത് മേ ഹേ, സമ്പത്തായാലും ഭൂമിയായാലും ഇതെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. പിന്നെന്താണ്? പോക്കർ और झील തുമാരെ ഹേ, താലാബ്, നിർജർ, झील ആദി തുമാരെ ഹാത്ത് മേ ഹേ, കുളമായാലും അരുവിയായാലും ഇതെല്ലാം സമ്പന്നരുടെ കയ്യിലാണ്. നിങ്ങളെപ്പോലെയുള്ള ബംഗ്ലാവുകളിൽ താമസിക്കുന്ന ആളുകളുടെ കയ്യിലാണ് ധനമായാലും ഭൂമിയായാലും കുളമായാലും അരുവിയായാലും എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. അതുമാത്രമല്ല, ശാസൻ സത്താ പർ കാബിജ് തും, എന്താ പറയുന്നത്? തും ശാസൻ സത്താ പർ കാബിജ് ഹോ, നിങ്ങൾ ഭരണാധികാരം അതും നിങ്ങളുടെ കയ്യിലാണ്. തും അധികാരി ഹോ, നിങ്ങൾ അതിനാണ് അതിൻ്റെ അധികാരി. ഇപ്പം എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഭരണം പോലും അതിൻ്റെ അധികാരം പോലും നിങ്ങളതിൻ്റെ എല്ലാം അധികാരിയാണ്. അതിൻ്റെ അധികാരമെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. താനെ തഹസീൽ തുമാരെ ഹാത്ത് മേ ഹേ, താനെ പോലീസ് സ്റ്റേഷൻ और तहसील ये सब तुम्हारे हाथ में है. പോലീസ് സ്റ്റേഷനായാലും താലൂക്കായാലും എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. എല്ലാ സമ്പത്തും എല്ലാ ഭൂമിയും നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. तुम जाति दंभ के अभिमानी, मुझसे घृणा व्यापार करो, वैषम्य द्वेष के बीहट में मैत्री की मीनार कहाँ है. ജാതി ദമ്പ്, ജാതിയിൽ അഹങ്കരിക്കുക, ദമ്പ് അഹങ്കാരം, ഘൃണ എന്ന് പറഞ്ഞാൽ വെറുപ്പ്, ബീഹഡ് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് എന്നുള്ള അർത്ഥം, ബുദ്ധിമുട്ട് എന്നുള്ള അർത്ഥം. മൈത്രിക്ക് മീനാർ, മൈത്രി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ്, മീനാർ ഗോപുരം. തും ജാതി ദമ്പ് കെ അഭിമാനി, നിങ്ങൾ ജാതിയുടെ പേര് പറഞ്ഞ് അഹങ്കരിക്കുന്നവരാണ്, അഭിമാനിക്കുന്നവരാണ്, നിങ്ങൾ ഉയർന്ന ജാതിക്കാരാണ്. മുജ്സെ ഘൃണാ വ്യാപാർ കരോ, എന്നോട് എന്താന്ന് പറയുന്നത്? ഘൃണാക്ക വ്യാപാർ കരോ,
വെറുപ്പിൻ്റേതായിട്ടുള്ള പെരുമാറ്റം, വെറുപ്പിൻ്റേതായിട്ടുള്ള വ്യാപാരം. നിങ്ങൾ ഉയർന്ന ജാതിക്കാരാണ്, നിങ്ങളതിലെ അഭിമാനിക്കുന്നു, അഹങ്കരിക്കുന്നു, പക്ഷേ നിങ്ങൾ എന്നോട് വെറുപ്പ് കാണിക്കുന്നു. വൈഷമ്യ ദേശക്കെ ബീഹഡ് മേ മൈത്രി കി മീനാർ കഹാം ഹേ. വൈഷമ്യത്തിൻ്റേതായിട്ടുള്ള, ദേഷ്യത്തിൻ്റേതായിട്ടുള്ള ഈ ബുദ്ധിമുട്ടിലെ, ഈ ഡിഫിക്കൽറ്റിയിലെ, ഇങ്ങനെയുള്ള അവസ്ഥയിലെ മൈത്രി കി മീനാർ കഹാം ഹേ, ഫ്രണ്ട്ഷിപ്പിൻ്റെ ഗോപുരം എന്ന് പറയുന്നത് എവിടെയാണ് കാണാൻ സാധിക്കുക? യഹാ കവി कहते हैं तुम जाति में, अपने जाति के बारे में, जाति दम्भ के बारे में अभिमानी हो, तुम मुझसे घृणा का व्यापार करते हो. इस वैषम्य का या देश का बीहड़ में हालत में मैत्री की मीनार कहाँ देख सकता है. ഈ ഫ്രണ്ട്ഷിപ്പിൻ്റേതായിട്ടുള്ള ഒരു കോട്ട അത് നമുക്ക് എവിടെയാണ് കാണാനായിട്ട് സാധിക്കുക? തും कहते हम में भेद नहीं, तुम कहते हम सब भाई है, फिर क्यों ऊंचे तुम में नीचा, क्यों जाति वर्ण की खाई है. तुम कहते हम में भेद नहीं, भेद എന്ന വ്യത്യാസം. തും कहते നിങ്ങൾ പറയുന്നതാണ്, ഹം മേ ഭേദ് നഹി നിങ്ങൾ ഞങ്ങൾ എന്ന് പറയുന്ന വ്യത്യാസമില്ല. തും कहते हम सब भाई है, നിങ്ങൾ പറയുന്നൊരു കാര്യമാണ് എന്താണ്, ഹം സബ് ഭായി ഹേ, ഹം ഓർ തും, ഹം സബ് ഭായി ഹേ, നിങ്ങളും ഞങ്ങളൊക്കെ സഹോദരന്മാരാണ്. ഫിർ ക്യോം ഊഞ്ചേ തും മേ നീച്ച, ഫിർ ക്യോം തും ഊഞ്ചേ ജാതി മേ ഹോകെ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഉയർന്ന ജാതിയിലായത്? യാതൊരു വ്യത്യാസമില്ല. ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്നുള്ള വ്യത്യാസമില്ല, ദളിതരെ ഉയർന്ന ജാതി എന്നുള്ള വ്യത്യാസമില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ തും ക്യോം ഊഞ്ചേ ഹോകയെ, നിങ്ങളെങ്ങനെയാണ് ഊഞ്ചേ ജാതി മേ ഹോകയെ, ഉയർന്ന ജാതിയിൽ ജനിച്ചത്? മേം നീച്ച, മേ നീച്ച ജാതി മേ നിമ്ന ജാതി മേ ക്യോം ഹോകെ, ഞാൻ എങ്ങനെയാണ് താഴ്ന്ന ജാതിയിലായി പോയത്? ക്യോം ജാതി വർണ്ണ കി ഖായി ഹേ, ജാതി കാ വर्ण की, जाति व्यवस्था का, वर्ण व्यवस्था, जाति व्यवस्था, वर्ण व्यवस्था, കളറ്, റേസിസം, അതുപോലെ ജാതി വ്യവസ്ഥ, അതുപോലെ വർണ്ണവ്യവസ്ഥ, അതിൻ്റെ അഗാധഗർത്തത്തിൽ ഞങ്ങൾ എങ്ങനെയാണ് വന്നുപെട്ടത്? കായി നന്ന ഗർത്തം. മേം നീച്ച ക്യോം ജാതി വർണ്ണ കി കായി ഹേ, ജാതി വ്യത്യാസത്തിൻ്റെ, വർണ്ണ വ്യത്യാസത്തിൻ്റെ, സവർണര് അവർണര് എന്നുള്ള വ്യത്യാസം, കറുത്തവർ വെളുത്തവർ എന്നുള്ള വ്യത്യാസം, ജാതി ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്നുള്ള വ്യത്യാസം, അതിലെങ്ങനെയാണ് ഞങ്ങൾ മേ നീച്ച ക്യോം ഹോകയ, ഞങ്ങളെങ്ങനെയാണ് താഴ്ന്ന ജാതിയിലായത്? തും कहते हैं हम सब में कोई भेद नहीं है, നമ്മളിലെ യാതൊരു വ്യത്യാസമില്ല എന്ന് പറയുന്നുണ്ട്. ഹം സബ് ഭായി ഹേ എന്ന് പറയുന്നുണ്ട്. എന്നിട്ടെങ്ങനെയാണ് നിങ്ങൾ ഉയർന്നവരും ഞങ്ങൾ താഴ്ന്നവരുമായിട്ട് മാറിയത്? तुम कहते हम सब हिंदू है, हिंदू होने पर गर्व करो, हिंदुत्व राज की नगरी में हिंदू मेरा घर द्वार कहाँ है. तुम कहते हम सब हिंदू है, നിങ്ങൾ പറയുന്നു നമ്മളെല്ലാവരും ഹിന്ദുക്കളാണ്, നമ്മൾ ജീവിക്കുന്ന ഹിന്ദുസ്ഥാൻ, നമ്മുടെ ഭാരതം ഹിന്ദുക്കളുടെ നാടാണെന്ന് പറയുന്നു, നമ്മളെല്ലാവരും ഹിന്ദുക്കളാണെന്ന് പറയുന്നു. ഹിന്ദു ഹോനെ പർ ഗർവ് കരോ, ഹിന്ദുവായതിൽ അഭിമാനിക്കാൻ പറയുന്നുണ്ട്. തും कहते हम सब हिंदू है और हिंदू होने पर गर्व करो, എന്ന് പറയുന്നുണ്ട്. നമ്മളെല്ലാവരും ഹിന്ദുക്കളാണ്, ഹിന്ദു ആയതുകൊണ്ട് നിങ്ങൾ അഭിമാനിക്കൂ എന്ന് പറയുന്നുണ്ട്. ഹിന്ദുത്വ രാജ് കി നഗരി മേ ഹിന്ദു മേരാ ഘർ ദ്വാർ കഹാം ഹേ, ഹിന്ദുത്വ രാജ്യത്തിൻ്റെ, ഹിന്ദുക്കളുടേതായ രാജ്യത്തിൻ്റെ ഈ നഗരത്തിലെ हिंदू मेरा घर द्वार कहाँ है, मेरा घर द्वार, मेरा घर कहाँ है, लेकिन मेरा घर यहाँ कहाँ है, എൻ്റെ വീട്, എൻ്റെ കവാടം, ഘർ ദ്വാർ കഹാം ഹേ, ഈ ഹിന്ദുത്വത്തിൻ്റെ ഈ രാജ്യത്തിലെ നമ്മളെല്ലാവരും ഹിന്ദുക്കളാണെന്ന് പറയുന്നു, ഹിന്ദുവായതിൽ അഭിമാനിക്കാൻ പറയുന്നുണ്ട്. ഇങ്ങനെ ഹിന്ദുക്കളുടെ രാജ്യമായ ഈ നഗരത്തിലെ എൻ്റെ വീട്, ഞാൻ എവിടെയാണ് വസിക്കുന്നത്? यहाँ कवि कहते हैं तुम कहते, ऊंचे जाति, ऊंचे वर्ग के लोग कहते हम सब हिंदू है, हम तुमका भेद नहीं, നമ്മൾ നിങ്ങൾ എന്നുള്ള വ്യത്യാസമില്ല, हम सब भाई है, हम सब हिंदू है. हिंदू होने पर सब लोगों को गर्व करने के लिए कहते हैं.
लेकिन इस हिंदुत्व राज्य में हमारा घर कहाँ है, मेरा घर कहाँ है, ഈ രാജ്യത്തിലെ എൻ്റെ വീട് എവിടെയാണ്? यहाँ दलितों को आवाज़ उड़ाने की क्षमता नहीं है. അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ശബ്ദമുയർത്താനുള്ള അധികാരം ആർക്കില്ല എന്ന് പറയുന്നത്, അതിനുള്ള കഴിവ് ദളിതർക്കില്ല എന്ന് പറയുന്നത് അവരെപ്പോഴും പിന്നിലേക്കായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അവർക്ക് ഒരിക്കലും ഉയർച്ചയിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നാണ് കവി പറയുന്നത്. ഇതിൽ പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ വ്യത്യാസമില്ലെങ്കിലും അവർക്ക് ഒരിക്കലും ഉയരാനായിട്ട് സാധിക്കുന്നില്ല. തും ചാഹോ രാമരാജ്യായേ തും ശ്രേഷ്ഠ ശൂദ്ര മേ ബനാ രഹോ തുംകോ സാരേ അധികാർ രഹേ മേം വർജനാവോം സേ ലതാ രഹോ. തും ചാഹോ രാമരാജ്യം ആനെ കെ ലിയേ ചാത്തെ ഹേ. രാമരാജ്യം സ്ഥാപിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു. തും ശ്രേഷ്ഠ ഹോ, തും ശ്രേഷ്ഠ ജാതി കാ ഹോ, നിങ്ങൾ ഉയർന്ന ജാതിയിലുള്ളവരാണ്. ലേക്കിൻ ശൂദ്ര മേ ബനാരഹും. ശൂദ്ര എന്ന് പറഞ്ഞാൽ ശൂദ്രന്മാർ. ജാതി 4 ജാതികളായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ജാതിയിൽ പറയുന്നുണ്ട് ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്. ബ്രാഹ്മണര് ഉയർന്ന ജാതിയിൽ, അതിൻ്റെ പിന്നെ നിൽക്കുന്നത് ക്ഷത്രിയര്, പിന്നെ വൈശ്യര് നിൽക്കുന്നു. ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നതാണ് ശൂദ്രർ എന്ന് പറയുന്നത്, ഏറ്റവും താഴ്ന്ന ജാതി, ദളിതരെന്നൊക്കെ പറയും. തും ശ്രേഷ്ഠ ജാതി കാ ഹോ, നിങ്ങൾ ഉയർന്ന ജാതിക്കാരായി മാറി. മേം ശൂദ്ര ബനാരഹും, ഞാനാണെങ്കിലോ ശൂദ്രജാതി, ഏറ്റവും താഴ്ന്ന ജാതിയിൽ ദളിതരായിട്ട് മാറി എന്ന് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രാമരാജ്യം വന്നു, പക്ഷേ നിങ്ങളതിലെ ഉയർന്ന ജാതിക്കാർ, ഞാനതിലെ ശൂദ്രനുമാണ്. തുംകോ സാരേ അധികാർ രഹേ, തുംകോ സാരേ തുമാരെ ഹാത്ത് മേ സാരേ അധികാർ രഹേങ്കെ, നിങ്ങളുടെ കയ്യിലാണ് എല്ലാ അധികാരങ്ങളും, നിങ്ങളുടെ കയ്യിലാണ് എല്ലാം. നിങ്ങളുടെ ധനമായാലും സമ്പത്തായാലും ഭൂമിയായാലും എന്ത് തന്നെയായാലും എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. തുംകോ സാരേ അധികാർ രഹേ, എല്ലാ അധികാരം നിങ്ങളുടെ കയ്യിലാണ്. മേ വർജനാവോം സേ ലതാ രഹൂം, മേരെ ऊपर तक बोझ भरा जाता है. ലത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരം വഹിക്കുക എന്നുള്ള അർത്ഥം. വർജന തന്നെ ഉപേക്ഷിക്കുക. ഇവിടെ പറയണേ എല്ലാവരാലും മേ ഉപേക്ഷിത് സേ, ഉപേക്ഷിക്കപ്പെട്ട നിലയിലെ, അതായത് ഉയർന്ന ജാതി താഴ്ന്ന ജാതിയിലെ വ്യത്യാസത്തിൽ മറ്റുള്ളവരുടെ മുന്നിലെ എന്താണ് ഉപേക്ഷിത് രഹൂം, ഉപേക്ഷിക്കപ്പെട്ട പോലെയാണ്. അപ്പം ഊപ്പർ തക് ബോജ് ബരാ ജായെങ്കിൽ, നമ്മുടെ തലയിൽ ഭാരം മുഴുവൻ കയറ്റിവെക്കുന്ന അവസ്ഥ, അടിമപ്പണി ചെയ്യുന്ന അവസ്ഥ, ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥ, മറ്റുള്ളവരാൽ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളാൽ ഉപേക്ഷിക്കപ്പെട്ടാൽ നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണുന്ന ഒരവസ്ഥ, അതാണ് ഞാനെന്ന് പറയുന്നത്. അപ്പോൾ തും രാമരാജ് ആനെ കെ ലിയേ ചാഹോ തും ശ്രേഷ്ഠ ജാതി കാ ഹോ लेकिन मैं शूद्र बना रहूं. तुम्हारे हाथ में सारे अधिकार रहे, लेकिन मैं वर्जनाओं से लदा रहूं. मेरे ऊपर तक बोझ भरा रहूं. सदियों से शंभू गोम की गर्दन कटने की परंपरा इस देश दरा से उठ जाए. इस आशय का स्वीकार कहाँ है, कानों में पिघला शीशा मेरा जिह्वा पर ताले है. अस्पृश्य पशु से भी बेहतर निज श्वासों तक केलाले है. സതിയും കി ശംഭു എന്ന് പറഞ്ഞാൽ ശൂദ്രനാണ്, ഒരു സന്യാസിയാണ്, ശൂദ്ര തപസ്വിയാണ് ശംഭുക് എന്ന് പറയുന്നത്. അദ്ദേഹത്തെ കഴുത്ത് വെട്ടിക്കൊന്നു എന്നാണ് പറയുന്നത്. സതിയും സേ ശംഭുഗം കി ഗർദൻ കട്ടനെ കി പരമ്പര, ഗർദൻ കട്ടന എന്നാണ് കഴുത്തുവെട്ട്. इस देश दरा से उठ जाए, इस आशय का स्वीकार कहाँ है. सदियों से നൂറ്റാണ്ടുകളായിട്ട് इसी प्रकार ശംഭുഗം की गर्दन कटने की परंपര, ശംഭുകന്മാരുടെ, ശൂദ്രനായൊരു തപസ്വിയാണ്, ഒരു മുനിയാണ്, അദ്ദേഹത്തിൻ്റെ കഴുത്ത് വെട്ടിക്കൊന്നു എന്ന് പറയുന്നത്. ആ ഒരു പരമ്പര, ആ ഒരു പാരമ്പര്യം ഇസ് ദേശ് തരാസെ ഉഡ്ജായ, ഈ ദേശത്തു നിന്ന്, ഈ ഭൂമിയിൽ നിന്ന് എടുത്തു കളയാൻ പറയണം. അതായത് അടിമപ്പണി ചെയ്യിക്കുക, താഴ്ന്ന ജാതിക്കാരുടെ നേരെയുള്ള അക്രമങ്ങൾ, ഇതെല്ലാം ഇല്ലാതാക്കാനായിട്ട് പണ്ടത്തെ പോലെ നൂറ്റാണ്ടുകൾക്ക് മുൻപുണ്ടായിരുന്ന ശംഭുകന്മാരുടെ കഴുത്ത് വെട്ടുന്ന ഈ പാരമ്പര്യം നമ്മുടെ രാജ്യത്തു നിന്ന്, നമ്മുടെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കണം. ഉഡ്ജായ, നിക്കൽ ജായ, ഇല്ലാതാക്കണം. इस आशय का स्वीकार कहाँ है, ഈ ആശയം കഹാം തക് സ്വീകാർ ഹേ, ഈ ആശയം അല്ലെങ്കിൽ ഈ കാര്യം എത്രത്തോളം നമുക്ക് സ്വീകാര്യമാണ്, എവിടം വരെ നമുക്കത് സ്വീകരിക്കാൻ സാധിക്കും.
कानों में पिघला शीशा मेरा जिह्वा पर ताले है अस्पृश्य पशु से भी बेहतर निज श्वाസം तक के लाले है पिघला शीശ शीശ എന്ന് പറഞ്ഞാൽ കണ്ണടിയാണ് കണ്ണട പിഘല എന്ന് പറഞ്ഞാൽ തേഞ്ഞില്ലാതാവും എന്നുള്ള അർത്ഥം മെൽറ്റ് ചെയ്യാന്നൊക്കെ അർത്ഥം ശീശ എന്ന് പറഞ്ഞാൽ സ്പെക്സ് മേരി ജിഹ്വ പർ താലേ ഹേ താലേ എന്ന് പറഞ്ഞാൽ പൂട്ടാണ് ലോക്ക് ജിഹ്വ എന്ന് പറഞ്ഞാൽ നാവ് അസ്പൃശ്യ എന്ന് പറഞ്ഞാൽ അച്യുത് അൺടച്ചബിലിറ്റിയാണ് തൊടാൻ പറ്റാത്തത് അസ്പൃശ്യ അച്യുത് എന്നുള്ള അർത്ഥം പശു സേ ബി ബെഹത്തർ പശു സേ ബി ബുരാ ഹേ നിജ ശ്വാസം തക്കെ ലാലേ ഹേ നിജ എന്ന് പറഞ്ഞാൽ നിത്യം എന്നുള്ള അർത്ഥം ശ്വാസം തക്കെ ലാലേ ഹേ ലാലേ എന്ന് പറഞ്ഞാൽ പ്യാരെ എന്നുള്ള അർത്ഥം ഇവിടെ പറയണേ കാനോ മേ പിഘല ശീശ ഹേ മേരെ കാനോ മേ എൻ്റെ ചെവിയിലിരിക്കുന്ന സ്പെക്സ് അടക്കം പിഘല ഹോഗയ എന്ന് പറഞ്ഞാൽ തേഞ്ഞില്ലാതെയാവുക മേരി ജിഹ്വ പർ താലേ ഹേ മേരി ജീബ് സേ കുച്ച് നഹീ ബോൽ സക്ത ഒന്നും തന്നെ സംസാരിക്കാൻ പറയാനായിട്ട് പറ്റുന്നില്ല ആവാസ് ഉടാനേക്ക് ക്ഷമത നഹീ ഹേ ശബ്ദം ഉയർത്താനുള്ള കഴിവില്ല മേരി ജിഹ്വ പർ താലേ ഹേ എൻ്റെ നാവിനൊക്കെ പൂട്ടി എന്നാണ് പറയുന്നത് മിണ്ടാനുള്ള സ്വാതന്ത്ര്യമില്ല മേരി ജിഹ്വ പർ താലേ ഹേ അസ്പൃശ്യ ഹൂം മേ അച്യുത് ഹൂം തൊടാൻ പറ്റില്ല വർണ്ണവ്യവസ്ഥ പശു സേ ബി ബെഹത്തർ പശു സേ ബി ജാൻവർ സേ ബി ബെഹത്തർ ഹേ മൃഗത്തിനേക്കാളും മോശമാണെന്ന് പറയുന്നത് നിജ ശ്വാസം തക്കേലാലേ ഹേ നിത്യവും ശ്വാസം വരെ വളരെ പ്രിയപ്പെട്ടതാണ് പക്ഷേ ഞങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് മൃഗത്തിനേക്കാളും മോശമാണ് തൊടാൻ പറ്റില്ല മിണ്ടാൻ പറ്റില്ല കണ്ണട പോലും തേഞ്ഞു പോകുന്ന അവസ്ഥ ഒന്നും കണ്ട കാര്യം പറയാൻ പറ്റാത്ത അവസ്ഥ ആവാസ് ബുലന്ദ് करने की क्षमता नहीं है उसका स्वातंत्र्य नहीं है कानों में शीशा पिघला हो गया मेरी जिह्वा पर मुंह उड़ाकर बातें करने की स्वतंत्रता नहीं है जिह्वा पर ताले है मैं अस्पृश्य हूँ पशु से भी बुरा है निज श्वासों तक के प्यारे है उत्पीड़न की जंजीरों में यूँ कसा फंसा सदियों से मैं न मुर्दा हूँ नहीं जी सकता मेरे मौलिक अधिकार कहाँ है उत्पीड़न की जंजीरों में जंजीर എന്ന് ചങ്ങല ബന്ധനം യു കസാഫസ എന്ന സദിയം സേ കസാഫസ എന്ന് പറഞ്ഞാൽ വരിഞ്ഞു മുറുക്കുക നൂറ്റാണ്ടുകളായിട്ട് അതിൽ കുടുങ്ങിക്കിടക്കുക ഫസാന എന്ന് പറഞ്ഞാൽ കുടുങ്ങുക കസ എന്ന് പറഞ്ഞാൽ ടൈറ്റ് ചെയ്യുക എന്നാൽ മുർദാഹും മുർദ എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡിയാണ് എന്നാൽ ജീ സക്ത എന്ന് പറഞ്ഞാൽ ജീവിക്കുക എന്നുള്ള അർത്ഥം उत्पीड़न की जंजीरों में पीड़न की इस जंजीरों में इस बंधनों में यूँ कसा फसा सदियों से मैं कसा फसा रहती हूँ നൂറ്റാണ്ടുകളായിട്ട് ഈ ചങ്ങലയിൽ കെട്ടിവരിഞ്ഞ് മുറുകി കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ लेकिन न मुर्दा हूँ मैं मुर्दा नहीं हूँ मैं जी नहीं सकता ഞാനൊരു ഡെഡ് ബോഡി അല്ല പക്ഷെ എനിക്ക് ജീവിക്കാനും സാധിക്കുന്നില്ല ഈ സംസാർ മേ ജി നഹി സക്ത ലേക്കിൻ മേ മുർദ നഹി ഈ ലോകത്ത് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഞാൻ ഒരു ശവശരീരമല്ല ഡെഡ് ബോഡി അല്ല മേരെ മൗലിക് അധികാർ കഹാം ഹേ ഈ ലോകത്ത് ജീവിക്കാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള എൻ്റെ അവകാശം എവിടെയാണ് കവി ചോദിക്കുന്നതിന് ദളിതരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഉച്ചേ ജാതിക്ക് പൈരോക്കെ നീച്ചേ ഉസ്കാ സ്ഥാൻ ഹേ ഉയർന്ന ജാതിക്കാരുടെ കാൽച്ചുവട്ടിലാണ് അവരുടെ സ്ഥാനം എന്ന് പറയുന്നത് അവർക്കൊരിക്കലും ഉയരാനായിട്ട് സാധിക്കുന്നില്ല അവരെപ്പോഴും എവിടെയെന്ന് പറയുന്നത് കാൽച്ചുവട്ടിലെ അടിമകളായിട്ടുള്ള ജീവിതം ഇപ്പോൾ ഈ ചങ്ങല ഈ ജഞ്ചീരോക്ക് തോട്ടിനേക്ക് എലിയെ കവി ആഹ്വാനം ദേത്തെ ഹേ ഈ ചങ്ങല പൊട്ടിച്ചെറിയാനാണ് കവിയുടെ ആഹ്വാനം ചെയ്യുന്നത് ഈ ലോകത്ത് ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് നമ്മൾ നാവിന് പൂട്ടി വയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക് തുറന്ന് സംസാരിച്ച് അതിനു വേണ്ടിയിട്ട് ശബ്ദമുയർത്താനായിട്ട് നമുക്ക് സാധിച്ചാൽ മാത്രമാണ് ഈ ലോകത്ത് ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ
കവി ചോദിക്കുകയാണ് മേരെ മൗലിക് അധികാർ കഹാം ഹേ യഹാൻ ജീനെ കെ ലിയെ ഇവിടെ ജീവിക്കാനായിട്ട് മേരെ മൗലിക് അധികാർ കഹാം ഹേ എൻ്റെ അവകാശങ്ങൾ എൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങൾ അതെവിടെയാണ്. കവിതക്ക് സാരാംശമാണ് അടുത്തത്. മേരെ അധികാർ കഹാം ഹേ എന്നുള്ള ജയപ്രകാശ് കർദമിൻ്റെ കവിതയുടെ സാരം. जयप्रकाश करदम ने अपनी कविता मेरे अधिकार कहाँ है में निम्न वर्ग की श्रेणी में आने वाले दलितों की व्यथा का बहुत ही मार्मिक चित्रण किया है. जयप्रकाश करदम അദ്ദേഹത്തിൻ്റെ കവിതയായ മേരെ അധികാർ കഹാം ഹേ അല്ലെങ്കിൽ മേരെ മൗലിക് അധികാർ കഹാം ഹേ എന്ന് പറയുന്ന ഈ കവിതയിൽ നിമ്നവർഗക്ക് ശ്രേണിമേ വാലെ അതായത് താഴ്ന്ന വർഗത്തിൽപ്പെട്ട ആളുകളുടെ അല്ലെങ്കിൽ ദളിതരുടെ ദുഃഖത്തെക്കുറിച്ച് വളരെ ഹൃദയസ്പർശിയായ രീതിയിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. उन्होंने उच्च वर्ग से दलित वर्ग की तुलना करते हुए अपनी बेबाक लेखनी चलाई है. അദ്ദേഹം ഉച്ചവർഗസെ ഉയർന്ന വർഗ്ഗക്കാരിൽ നിന്ന് അവരുമായിട്ട് ദളിത് വർഗ്ഗക്ക് തുലനാകർത്തവ്യ ഉയർന്ന വർഗ്ഗക്കാരും താഴ്ന്ന വർഗ്ഗക്കാർ ദളിത് വർഗ്ഗക്കാരുമായിട്ട് തുലനം ചെയ്തുകൊണ്ട് അപ്പനെ ബേബാക്ക് ലേഖന ചലായി ഹെ അദ്ദേഹം വളരെ ശക്തമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ തൂലിക ചലിപ്പിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഉയർന്ന വർഗ്ഗക്കാരും ദളിതരും തമ്മിലുള്ള അവരുടെ കമ്പാരിസനാണ് ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. വേ कहते हैं उच्च वर्ग कोटी बंगलों में रहते, एसी कूलर में सोते, दूध मलाई में नहाते, मालिक बनकर रहते, जबकि इसके विपरीत दलित झोंपड़ पट्टी में रहते, श्रम की भट्टी में तपते, रोटी का मुहताज नौकर बनकर रहते. അദ്ദേഹം പറയാണ് ഉച്ചവർഗക്ക് ലോക ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ ബംഗ്ലാവുകളിൽ താമസിക്കുന്നു, AC കൂളറിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങുന്നു, പാൽപ്പാടൊക്കെ ഉപയോഗിച്ച് കുളിക്കുന്നു, അവരെ മുതലാളിമാരായിട്ട് ജീവിക്കുന്നു. വലിയ വലിയ ബംഗ്ലാവുകളിൽ വലിയ വലിയ മുതലാളിയുടെ രൂപത്തിലാണ്, എല്ലാ സമ്പത്തും എല്ലാം അവരുടെ കയ്യിലാണ്, എല്ലാ അധികാരം അവരുടെ കയ്യിലാണ്. അങ്ങനെ അവർ സുഖമായിട്ട് ജീവിക്കുന്നു. ജബ്കി ഇസ്കെ വിപരീത് അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് വിപരീതമായിട്ട് ദളിത് ഝോംപട്ട് പട്ടി മേരത്തെ ദളിതര് താഴ്ന്ന വർഗ്ഗക്കാരെ ചെറിയ കുടിലുകളിൽ താമസിക്കുന്നു, കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് വെയിൽ കൊണ്ട് അവർ പണിയെടുത്ത് ജീവിക്കുന്നു. റൊട്ടിക്കോ മൂത്താജ് അതായത് അവർക്ക് ആവശ്യമാണ്, റൊട്ടി ആവശ്യമാണ്, അതിന് വേണ്ടിയിട്ട് അവർ പണിയെടുക്കുന്നു. അവർ നൗക്കർ ബൻകരത്തെ വേലക്കാരനായിട്ട് മുതലാളിമാരുടെ വേലക്കാരനായിട്ട് അവർ ജീവിക്കുന്നു. ഇസ്തര സമാനത കഹാം ഹേ ഇസ്തര ഇതുപോലെ സമത്വം എന്ന് പറയുന്നത് എവിടെയാണ്? ഹംസബ് ഏക് ഹേ ഹംസബ് ബായി ഹേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സമത യാ സമാനത കഹാം ഹേ ഈക്വാളിറ്റി കഹാം ഹേ സമത്വം എന്ന് പറയുന്നത് എവിടെയാണ്? जो मौलिक अधिकारों की बात की जाती है उसके मौलिक अधिकार कहाँ है? शासन सत्ता से लेकर सब कुछ उच्च वर्ग के लिए हो गया है. ഇവിടെ പറയുന്നുണ്ട് മൗലിക ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച്, മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതെവിടെയാണ്? ശാസൻ സത്താ സെ ലേക്കർ ഭരണാധികാരം തൊട്ട് യെ സബ് ഉച്ച് വർഗ് കെ ലിയെ ഹോ ഗയാ ഹെ ഇതെല്ലാം ഉയർന്ന വർഗ്ഗക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. താഴ്ന്ന ജാതിക്കാർക്ക് അവിടെ സ്ഥാനമില്ല. എല്ലാ അധികാരവും എല്ലാതിൻ്റെ അധികാരി സമ്പത്തായാലും ഭൂമിയായാലും കുളമായാലും അരുവിയായാലും എന്ത് തന്നെയായാലും എല്ലാതിൻ്റെ അധികാരി പോലീസ് സ്റ്റേഷനായാലും അതുപോലെ താലൂക്കായാലും എന്ത് തന്നെയായാലും അത് ഭരിക്കുന്നവരെ അല്ലെങ്കിൽ അതിൻ്റെ ഭരണാധികാരി എന്ന് പറയുന്നത് ഉയർന്ന വർഗ്ഗക്കാരാണ്. അവിടെ താഴ്ന്ന വർഗ്ഗക്കാർക്ക് സ്ഥാനമില്ല, വ്യത്യാസം അവരെ യാതൊരു വ്യത്യാസമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എല്ലായിടത്തും അത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദളിത് സമജ്കർ ഹംസെ ഘൃണ കിയാ ജാതാ ഹേ ഞാനൊരു ദളിതനാണെന്ന് മനസ്സിലാക്കിയിട്ട് ഹംസെ ഘൃണ കിയാ ജാതാ ഹേ ഞങ്ങളുടെ അടുത്ത് ഉയർന്ന ജാതിക്കാരെന്ത് ചെയ്യുന്നു? വെറുപ്പോടുകൂടി പെരുമാറുന്നു. ഘൃണാക്ക വ്യവഹാർ കർത്തേ ഹേ വെറുപ്പോടുകൂടി പെരുമാറുന്നു, അല്ലെങ്കിൽ ഘൃണാക്ക വ്യാപാർ കർത്തേ ഹേ. हिंदू होने पर गर्व करने की बात तो की जाती है, परंतु हिंदुत्व राज्य की नगरी में मेरा घर द्वार कहाँ है? हिंदू होने पर
അഭിമാൻ करने के लिए गर्व करने के लिए बातें करती है. ഒരു ഹിന്ദുവാണ്, അതിൽ അഭിമാനിക്കാൻ പറയുന്നുണ്ട്. ഹിന്ദു ജാതി കാ ദംബ് മേ അഭിമാനി ഹോത്തെ ഹേ. ഹിന്ദു എന്ന് പറയുന്നതിൽ അഭിമാനിക്കാൻ പറയുന്നുണ്ട്. പരന്തു ഹിന്ദുത്വ രാജ്യ നഗരി മേ മേര ഗർദ്വാർ കഹാം ഹേ. പക്ഷേ ഹിന്ദുത്വത്തിൻ്റെതായ ഈ രാജ്യത്വത്തിലെ ഹിന്ദുക്കളുടെ രാജ്യത്തിലെ എവിടെയാണ് എനിക്ക് സ്ഥലം, എവിടെയാണ് ഞാൻ വസിക്കുന്നത്? सारे अधिकार तो तुम्हें ही है, हम तो वर्जनाओं से लदे हुए हैं. സാരെ അധികാർ തുമാരെ ഹാത്ത് മേ ഹേ. എല്ലാ അധികാരവും നിങ്ങളുടെ കയ്യിലാണ്, ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. എല്ലാം കൊണ്ടു നടക്കുന്നതും ഭരിക്കുന്നതുമെല്ലാം നിങ്ങൾ തന്നെയാണ്. ഹം തോ വർജനാവം സേ ലതേ ഹുയേ ഹേ. ഞങ്ങളാണെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടവരാണ്, എല്ലാ ഭാരവും തലയിലേറ്റി വഹിച്ച് നടക്കുന്നവരാണ്, അടിമകളായിട്ട് കാൽച്ചുവട്ടിൽ കിടക്കുന്നവരാണ് ഞങ്ങൾ. വ്യത്യാസമില്ല. ഹം സബ് മേ കോയി ഭേദ് നഹി എന്ന് പറയുന്നത് ഞങ്ങൾ തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ എല്ലാം കാണുന്നുണ്ട്. हमारी जिह्वा पर ताले जड़े हुए हैं, उत्पीड़न की जंजीरों में सदियों से फंसे हुए हैं. हमारी जिह्वा पर, हमारी कानों की शीशा पिघला हो गया है. പറഞ്ഞു നമ്മൾ. അതുപോലെ തന്നെ എന്താ പറയുന്നത്, हमारी जिह्वा बातें करने के लिए जिह्वा है, लेकिन ये जिह्वा पर ताले पड़े हुए हैं. പക്ഷേ ആ നാവിനൊക്കെ ലോക്കിട്ട് പൂട്ടിയ അവസ്ഥയാണ്, മിണ്ടാൻ പറ്റാത്ത അവസ്ഥ, ശബ്ദമുയർത്താൻ പറ്റാത്ത അവസ്ഥ. उत्पीड़न की जंजीरों में सदियों से फंसे हुए हैं. ये पीड़न की जंजीरों में सदियों से हम सब फंसे हुए हैं. ഈ ചങ്ങലയിൽ അല്ലെങ്കിൽ ഈ ബന്ധനോമേ, ഈ ബന്ധനങ്ങളിൽ ചങ്ങലക്കെട്ടിൽ സദിയംസ നൂറ്റാണ്ടുകളായിട്ട് ഹംസബ് ഫസയുഹെ നമ്മൾ അകപ്പെട്ട് കുടുങ്ങിക്കിടക്കുകയാണ്. ഈ ജഞ്ചീറോക്ക് തോട്ടിനേക്കയിലെ കവി ആഹ്വാൻ ദേത്തെ. ഈ ചങ്ങല, ഈ ബന്ധനത്തിൻ്റേതായിട്ടുള്ള ഈ ചങ്ങല പൊട്ടിച്ചെറിയാൻ കവി പറയുന്നുണ്ട്, അതിനുവേണ്ടി ശബ്ദമുയർത്താൻ കവി പറയുന്നുണ്ട്. ന മുർദാഹി ഹേ ന ജീവിത്. ശവമാണോ ചോദിച്ചാൽ ശവമല്ല. എന്നാ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? അതുമില്ല. മേം മുർദ നഹി ഹോം ലേക്കിൻ ജീ നഹി സക്ത. പക്ഷേ ജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല. മേരെ മൗലിക് അധികാർ കഹാം ഹേ. എൻ്റെ അടിസ്ഥാനപരമായ അവകാശങ്ങൾ അതെവിടെയാണ്? ആജ് ദളിത് സമാജ് മൗലിക് അധികാർ മാംഗ് രഹേ ഹേ. ഇന്ന് ദളിതരെ അല്ലെങ്കിൽ ദളിതരുടെ ഈ സമൂഹം എന്ന് പറയുന്നത്, ഈ സൊസൈറ്റിയിലെ താഴേക്കിടയിൽ കിടക്കുന്ന ഈ ദളിതരെന്ന് പറയുന്നവരെ മൗലിക് അധികാർ മാംഗ് രഹേ ഹേ. അവരവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങളാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അവരെ കണ്ണു തുറക്കാൻ വേണ്ടിയിട്ട് കവി എഴുതിയിട്ടുള്ള ഒരു കവിതയാണിത്. താങ്ക് യു.